ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഈ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളും അതുകൂടാതെ ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായ സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ആഗസ്റ്റ് മാസം 3-ാം തീയതിയാണിന്ന്. ഓക്കെ, അപ്പം 11ഓളം സിനിമകളുടെ സീരീസുകളുടെ അപ്ഡേറ്റുകളാണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ സിനിമകളും സീരീസുകളും ഏതാ നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. പ്രാപ്പട എന്ന് പറഞ്ഞ മലയാള സിനിമ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. ആ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോണി ലീവ് വഴി ബൃന്ദ എന്ന് പറഞ്ഞ ഒരു സിനിമ സീരീസ് റിലീസ് ചെയ്തിരുന്നു. തെലുഗു സീരീസാണ്, മൾട്ടി ലാംഗ്വേജിൽ വന്ന സീരീസാണ്. അപ്പോൾ ഈ സീരീസിന്റെ റിവ്യൂ കൂടി ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സ്പാനിഷ് മൂവിയാണ്. 13 എക്സോസിസം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ് ഭാഷ കൂടാതെ തമിഴ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഹൊറർ ഡ്രാമ മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. തെപ്പ സമുദ്രം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഫിർ ആയി ഹസീൻ ദിൽറുബ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹസീൻ ദിൽറുബ എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു സിനിമ. തപ്സി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. തപ്സി പന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ ആഗസ്റ്റ് മാസം 2-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടായിരിക്കും റിലീസ് ചെയ്യുക. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു ത്രില്ലർ മൂവിയായിരുന്നു. അടുത്തത് ഒരു കോമഡി ഹൊറർ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ലിസ ഫ്രാങ്കസ്റ്റീൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഈ ഒരു സിനിമ ആഗസ്റ്റ് മാസം 9-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ക്രൈം ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡോഗ് മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴി ആഗസ്റ്റ് മാസം 9-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. റാണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക്, തമിഴ് ഭാഷകളായിട്ട് യൂട്യൂബിലായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. അടുത്തത് നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷം കൈകാര്യം ടർബോ എന്ന് പറഞ്ഞ സിനിമയാണ്. ആഗസ്റ്റ് മാസം 9-ാം തീയതിയാണ് സോണി ലീവ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. 9 എന്നുള്ളത് ആഗസ്റ്റ് മാസം 8-ാം തീയതി റിലീസ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. സോണി ലീവ് ആയതുകൊണ്ട് ഒരു ദിവസം മുമ്പേ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ ടർബോ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം പിന്നെ തലവൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതാണ്. എന്തായാലും ഈ ഒരു സിനിമ തലവൻ എന്ന് പറഞ്ഞ സിനിമ സെപ്റ്റംബർ മാസത്തിൽ സോണി ലീവിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ്. സെപ്റ്റംബർ മാസം 6-ാം തീയതി ആയിരിക്കും ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുക എന്നുള്ളതാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ. അപ്പോൾ എന്തായാലും പിന്നെ ടർബോ ആഗസ്റ്റ് മാസം 9-ാം തീയതി റിലീസ് ചെയ്തതിന് ശേഷം പിന്നെ തലവൻ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതായിരിക്കും. അടുത്തത് ഒരു പിന്നെ സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. 10 ജൂൺ കി രാത്ത് എന്ന് പറഞ്ഞ സീരീസിന്റെ പേര് വരുന്നത്. 10 ജൂൺ കി രാത്ത് ചാപ്റ്റർ 1 ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സീരീസ് ആഗസ്റ്റ് മാസം 4-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. ഇന്ന് രാത്രി 12 ശേഷമാണ് റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ഹൊറർ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. മൂഞ്ചിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്ത്രീ യൂണിവേഴ്സിലെ ഒരു സിനിമയാണ്. ഒരു സിനിമ തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഒരു സീരീസ് ഈ ഒരു സിനിമ ആഗസ്റ്റ് മാസം 9-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇതിൻ്റെ ഒഫീഷ്യൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. 11 എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. C5 വഴിയാണ് ഈ ഒരു ടൈം ട്രാവൽ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ആഗസ്റ്റ് മാസം 9-ാം തീയതിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. കൊറിയൻ സീരീസായ സിഗ്നൽ എന്ന് പറഞ്ഞ സീരീസിന്റെ ഒഫീഷ്യൽ ഹിന്ദി റീമേക്ക് ആണ് ഈ 11 എന്നാണ് ഈ ഒരു സീരീസ്. ആഗസ്റ്റ് മാസം 9-ാം തീയതി ഈ ഒരു സീരീസ് C5 വഴി റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റു ഭാഷകളിൽ റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. ഹിന്ദി ഭാഷയിലായിരിക്കും ഈ സീരീസ് റിലീസ് ചെയ്യുക. ഹിന്ദി ഭാഷ കൂടാതെ മറ്റു ഭാഷകൾ വരുമോ എന്നുള്ളത് അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. എന്തായാലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്, ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പിന്നെ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് സീരീസുകൾക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സിനിമകളും സീരീസുകളൊക്കെ കണ്ടിട്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.